ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വീട്ടിലെപ്പോഴും നമുക്ക് ദോശമാവ് ഉണ്ടാവുമല്ലേ, ആ ദോശമാവ് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവ് ഒരുപാട് പുളിച്ച ദോശമാവ് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള ദോശമാവ് ഇപ്പം ഞാൻ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1-2 ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ള ഒരു 10 പെപ്പർ ഉണ്ടാവും ഇതിൽ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം. ഇത് രണ്ടും നമ്മൾ ഇതിന് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്, രണ്ടും മിസ് ചെയ്യരുത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദ ഇപ്പോൾ 2 കപ്പിന് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മൈദ ചേർക്കുമ്പോൾ നമ്മുടെ ഈ സ്നാക്ക് വന്നിട്ട് ഒരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്, അതായത് സോഡ ഉപ്പ് എന്ന് പറയുന്ന സാധനം. അത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, എന്നാൽ ഇത് എണ്ണ കുടിക്കും. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് 1 പിഞ്ച് മതിയാവും. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. 1 തണ്ട് കറിവേപ്പില മതിയാവും. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് മാവില്ല, ഒരു 2 കപ്പ് മാവേ ഉള്ളൂ. അപ്പം ഇത്രയും മതിയാവും. അതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെടുത്തിരിക്കുന്ന ഈ ദോശയുടെ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ മാവ് ചെറുതായിട്ടൊന്ന് ലൂസായിട്ടാണെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ മൈദ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്നും വ്യത്യാസമാവില്ല. അപ്പോൾ ഞാൻ ഇതിലൊരു 1/2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു കഷ്ടമില്ല. ദോശമാവൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ ജീരകം, പെപ്പർ, മൈദ അതെല്ലാം നമ്മുടെ കിച്ചണിലുണ്ടാവും. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് എണ്ണ ചൂടാക്കുക, ഫ്രൈ ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് വെള്ളത്തിൽ ഇതുപോലെ കൈ ഒന്ന് ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലുതായിട്ട് ഇടണ്ട കേട്ടോ, എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണയിലിട്ട് അപ്പോൾ കുറച്ചൊന്ന് വീർത്ത് വരും. ഇത് നല്ല തേങ്ങാ ചമ്മന്തിയോടൊപ്പമോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് ഞാനൊരു കിച്ചൺ ടിഷ്യൂവിലോട്ട് മാറ്റുകയാണ്. എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂവിലോട്ട് പിടിച്ചോളും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് നല്ല തേങ്ങാ ചട്നിയോടൊപ്പം കഴിക്കാം.
ഇല്ല ഇനിയും കുറച്ചുകൂടെ ഹെവി ആയിട്ടാണെങ്കിൽ ചിക്കൻ കറിയോടുകൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. നല്ല സോഫ്റ്റാണിത്. എല്ലാവരുടെ എനിക്ക് വളരെയധികം നന്ദി പറയുന്നു. ഞാനിതിനു മുമ്പ് ഒരു റവ ചിപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെനിക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ കമൻസുകൾ എഴുതാൻ മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.